ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ വിപി ഹിയർ. അപ്പോൾ നമുക്ക് ഇന്നൊരു അടിപൊളി വീഡിയോ കാണാം. നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ സംഭവം ഇതാണ്. അപ്പോൾ ഗൈസ് നമുക്കിത് ഓപ്പൺ ചെയ്താലോ? സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് എടുക്കുന്നത്. കാരണം രാവിലെ ഓഫീസിൽ പോയി വന്ന് ഫ്രഷ് ആയിട്ട് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയത്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്താലോ? കമോൺ. എനിക്കറിയാം എന്നെപ്പോലെ തന്നെ നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഇതിൽ എത്ര രൂപ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഒരു മാസം പോലും തികഞ്ഞിട്ടില്ല ഗൈസ്. ഐ കാൺ ബിലീവ് ദിസ്. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ ഏട്ടനും ചേച്ചിയും ഒക്കെ അപ്പുറത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് അവരെൻ്റെ അടുത്ത് പറയുന്നത് ആദ്യം ഓരോ 100 രൂപയുടെ അത് മാറ്റിയേക്ക്, പിന്നെ 200 രൂപയുടെ അത് മാറ്റിയേക്ക്. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും തല്ലായി. അവസാനം ഞങ്ങൾ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡിൽ കൂടെ അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അങ്ങനെ അവസാനം എൻ്റെ ഏട്ടനും ചേച്ചിയൊക്കെ വന്നു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഇതൊക്കെ കളക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെച്ചത്. വൈകുന്നേരം ഒരു 7 മണി 7:30 ടൈമിലാണ് സത്യം പറഞ്ഞാൽ ഈ അൺബോക്സിങ് വീഡിയോ ഞങ്ങൾ എടുക്കുന്നത്. ദിസ് ഈസ് മൈ ഫസ്റ്റ് ലോങ് വീഡിയോ ഗൈസ്. ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഐ ഹോപ്പ് എനിക്കിടാൻ പറ്റുമെന്ന് ആൻഡ് യു ഗൈസ് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇറ്റ്സ് റിയലി എ നൈസ് ഹാബിറ്റ്. ഇന്നത്തെ ജനറേഷനിൽ ആർക്കും അങ്ങനെ മണി സേവിങ് എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ ഇല്ല തോന്നുന്നു. അതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു ഡേഞ്ചറസ് ആയിട്ട് ബിഹേവിയറാണ് അനാവശ്യമായിട്ട് ക്യാഷ് ചിലവാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന പൈസ നമ്മൾ സേവ് ചെയ്ത് വയ്ക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഏജിൽ അത് ഭയങ്കര ഒരു വലിയ കാര്യമാണ്. കാരണം എൻ്റെ ഏജിലുള്ള പല കുട്ടികളും നമ്മൾ സേവ് ചെയ്യേണ്ട ക്യാഷ് എടുത്തിട്ട് വേണ്ടാത്ത പല കാര്യങ്ങളും ചെയ്യുന്നു. അതിനൊക്കെ എത്ര നല്ലതാണ് നമുക്ക് കിട്ടുന്ന ക്യാഷിൽ നിന്ന് കുറച്ച് മാറ്റി വയ്ക്കുക. ആ മാറ്റി വെച്ച ക്യാഷ് കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ മേടിക്കുക പറയുമ്പം അത് വലിയ കാര്യം തന്നെയാണ്. അതങ്ങനെ സേവ് ചെയ്ത് ആ ക്യാഷ് കൊണ്ട് നമ്മൾ എന്തെങ്കിലും മേടിച്ച ഒരാൾക്ക് മാത്രമേ അതിൻ്റെ ഒരു എന്താ പറയുക സന്തോഷവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. കഷ്ടപ്പെട്ടിട്ടാണ് കഷ്ടപ്പെടാതെ ആർക്കാണ് ജീവിക്കാൻ പറ്റുക? വൈ വി ആർ യൂസിങ് സോ മച്ച് വേർഡ് കഷ്ടപ്പാട് കഷ്ടപ്പാട് കഷ്ടപ്പാട്. എല്ലാരും പറയാറുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആരെ കഷ്ടപ്പെടാം? അംബാനി കഷ്ടപ്പെട്ടിട്ടില്ലേ? ഈ കാശിരിക്കുന്ന ആൾക്കാർ ഇവരാരും കഷ്ടപ്പെട്ടില്ല എന്ന രീതിയിൽ പറഞ്ഞു കൂട്ടുന്നത്. അതായത് താഴെക്കടയിലുള്ള ഒരു സമൂഹം ഉണ്ട് എന്ന് കരുതുന്നു. അവർക്കൊക്കെ ഭയങ്കര കഷ്ടപ്പാട്. ഇടയിലുള്ളവർക്ക് കഷ്ടപ്പാട് കുറഞ്ഞ ആളുകൾ അതിനേക്കാളും കാശുകൾ തീരെ കഷ്ടപ്പാട്. എല്ലാവർക്കും അവരവർ നിൽക്കുന്ന പ്രതലത്തിൽ കഷ്ടപ്പാടുണ്ട്. കഷ്ടപ്പാട് ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾ ഈ സന്തോഷത്തിനെ തിരിച്ചറിയണത്. ഇനി അറിയില്ലല്ലോ. ഇരുട്ടുണ്ടെങ്കിലല്ലേ വെളിച്ചത്തിന്റെ സന്തോഷം അറിയും. தென்கிழக்கு தேன் சிட்டு செம்பருத்தி பூமுட்டு செல்லம் கொஞ்சதே தாலாட்ட நீ நீ சொல்லும் கதைத்தான் நான் கேட்கும் வர நாமாவும் மாய பறவைகளே. ഇത് എത്ര ഉണ്ടെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതുപോലെ അടിപൊളി വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.